ഇന്ത്യ അഗ്രികൾച്ചർ എക്കണോമിയിൽ നിന്നും ഡയറക്റ്റ് സർവീസ് എക്കണോമിയിലേക്കാണ് പോയത്. ഇതൊരു നല്ല കാര്യമായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുക. പക്ഷേ അവിടെയാണ് നമ്മൾ തെറ്റിയത്. ഈ സർവീസ് എക്കണോമിയിൽ നമുക്ക് ബെറ്റർ സാലറീസ് കിട്ടും, ജോബ് സെക്യൂരിറ്റി കിട്ടും, വർക്കിംഗ് കണ്ടീഷന് നല്ലതായിരിക്കും. പക്ഷേ ഇത് നമ്മൾ ഇന്ത്യൻ എക്കണോമിനെ കമ്പയർ ചെയ്യുമ്പം ഇത് ഇന്ത്യൻ എക്കണോമിക്ക് ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു കൺട്രി ഡെവലപ്ഡ് കൺട്രി ആവണമെന്നുണ്ടെങ്കിൽ അത് പെർട്ടിക്കുലർ സെറ്റ് ഓഫ് ഫോർമുലയിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ അത് ഡെവലപ്ഡ് കൺട്രി ആവാനുള്ള ചാൻസസ് കൂടുതൽ. ഫസ്റ്റ് ഒരു കൺട്രി അഗ്രികൾച്ചർ എക്കണോമി ആയതിനു ശേഷം മാക്സിമം GDP ആ അഗ്രികൾച്ചർ എക്കണോമിയിൽ നിന്നും ആ കൺട്രിയിലേക്ക് കൊണ്ടുവരണം. അതിനുശേഷം അഗ്രികൾച്ചർ എക്കണോമി എഫിഷ്യൻ്റ് ആയി കഴിഞ്ഞാലാണ് നെക്സ്റ്റ് സ്റ്റേജ് എന്നുള്ള രീതിയിൽ മാനുഫാക്ചറിങ് എക്കണോമിയിലേക്ക് ആ കൺട്രി കടക്കാം. മാനുഫാക്ചറിങ് ഒരു ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള സെക്ടർ ആയതുകൊണ്ട് തന്നെ അഗ്രികൾച്ചർ എക്കണോമിയിൽ നിന്നും വരുന്ന ആൾക്കാർക്ക് ജോബ് കിട്ടാൻ വേണ്ടിയിട്ട് മാനുഫാക്ചറിങ് എക്കണോമിയിൽ ജോബ് ഉണ്ടാവും. ഇതിനു പുറമെ അഗ്രികൾച്ചർ എക്കണോമിയിൽ നിന്നും കിട്ടുന്നതിനേക്കാളും കൂടുതൽ സാലറി മാനുഫാക്ചറിങ് എക്കണോമിയിൽ നിന്നും ഈ ആൾക്കാർക്ക് കിട്ടുന്നതാണ്. ഗ്രാജുവലി മാനുഫാക്ചറിങ് സെക്ടർ സ്റ്റേബിൾ ആവുന്നതിന് നെക്സ്റ്റ് സ്റ്റേജിലേക്കാണ് സർവീസ് എക്കണോമിയിലേക്ക് ആൾക്കാർ ജോബ് ഷിഫ്റ്റ് ചെയ്യാറ്. ഈ സർവീസ് സെക്ടറിൽ നല്ല സാലറിയും വർക്കിംഗ് കണ്ടീഷൻസും ഒക്കെ ഉണ്ടെങ്കിലും സർവീസ് സെക്ടർ ഒരു ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി അല്ല. 4 ട്രില്യൺ എക്കണോമി ആവാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലുള്ള സർവീസ് സെക്ടർ GDPയിലേക്ക് ഗ്രോത്ത് കൊടുക്കുന്നുണ്ടെങ്കിലും അതിനനുസരിച്ചിട്ടുള്ള ജോബ് ക്രിയേഷന് സർവീസ് സെക്ടറിൽ വരുന്നില്ല. ബംഗ്ലാദേശിൻ്റെയും വിയറ്റ്നാമിൻ്റെയും പോപ്പുലേഷൻ എടുത്തു നോക്കുകയാണെങ്കിൽ ഏകദേശം 27 crore ആണ് വരുന്നത്. നമ്മുടെ ഇന്ത്യയിൽ പോപ്പുലേഷന് 1 ബില്യൺ എബോവ് ആണ് വരുന്നത്. ഈ രണ്ട് കൺട്രീസിനും കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ ഇന്ത്യനെക്കാട്ടിയും ഏറ്റവും കൂടുതൽ ക്ലോത്താണ് ഈ രണ്ട് കൺട്രീസും എക്സ്പോർട്ട് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇന്ത്യൻ മാനുഫാക്ചറിങ് സെഗ്മെന്റിൽ ഇഷ്ടംപോലെ പ്രോബ്ലംസ് ഉണ്ട് എന്നുള്ളത്. അതിൽ ഒരു പ്രോബ്ലമാണ് ലേബർ ലോസ്. ലേബർ ലോസ് ഇന്ത്യയിലുള്ള ലേബേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണെങ്കിലും ലേബർ ലോന്റെ റെഗുലേഷൻസ് സൈസ് ബേസ്ഡ് റെഗുലേഷൻസ് ആണ്. ഇതിന്റെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരു കമ്പനിയിൽ 10ൽ കൂടുതൽ സ്റ്റാഫ് ഉണ്ടെങ്കിൽ ആ കമ്പനി ആ സ്റ്റാഫിന് PF, ഗ്രാറ്റുവിറ്റി ഇതിനു പുറമെ മറ്റുള്ള ഫാക്ടറി കംപ്ലയൻസസുകളൊക്കെ ആ കമ്പനിയിൽ കൊണ്ടുവന്നിരിക്കണം. ഇതിൽ ഈ കമ്പനിക്ക് വെറും 9 സ്റ്റാഫ് മാത്രമുള്ളെങ്കിൽ ഈ ലേബർ ലോസ് ഒന്നും തന്നെ ബാധകമാവുന്നില്ല. ഇതുപോലെ ഒരു കമ്പനി 10 സ്റ്റാഫിന് മേലേക്ക് എത്തുകയാണെങ്കിൽ മറ്റു പല റെഗുലേഷൻസും ഈ കമ്പനീൻ്റെ മേലെ വരുന്നുണ്ട്. ഇതിൽ ഈ കമ്പനീസ് ബൈപ്പാസ് എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 9 സ്റ്റാഫ് ആയി കഴിഞ്ഞാൽ പുതിയൊരു കമ്പനി ആ സെയിം നെയിമിൽ അല്ലെങ്കിൽ ചെറിയൊരു ഡിഫറൻറ്റിൽ ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. കറൻ്റ്ലി ഗവൺമെൻറ് ഇതേപോലുള്ള അനാവശ്യമായിട്ടുള്ള റെഗുലേഷൻസ് കമ്പനീസിൻ്റെ മേലെ കുറയ്ക്കുന്നുണ്ടെങ്കിലും സ്റ്റിൽ ഒട്ടുമിക്ക അധിക സ്റ്റേറ്റും പഴയ റെഗുലേഷൻസ് തന്നെയാണ് സ്റ്റിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മാനുഫാക്ചറിങ് സെക്ടർ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് കറൻ്റ്ലി ഗവൺമെൻറ്റും വളരെയധികം തന്നെ പരിശ്രമിക്കുന്നുണ്ട്. 2014 മോദി ഗവൺമെൻറ് മേക്ക് ഇൻ ഇന്ത്യ പ്രൊജക്ട് ലോഞ്ച് ചെയ്ത മെയിനായിട്ട് 3 ഒബ്ജക്റ്റീവ്സ് ആയിരുന്നു ഇതിന് ഉണ്ടായിരുന്നത്. ഫസ്റ്റ് വൺ ആണ് മാനുഫാക്ചറിങ് 12 to 14% വരെ ഗ്രോ ചെയ്യാം. സെക്കൻഡ് വൺ ഏകദേശം 10 കോടി പുതിയ ജോബ് ക്രിയേറ്റ് ചെയ്യാം. തേർഡ് വൺ അപ്രോക്സിമേറ്റ്ലി GDPന്റെ 25% മാനുഫാക്ചറിങ് സെഗ്മെന്റിൽ നിന്നും വരുന്നതാണ്. ബട്ട് സ്റ്റിൽ 2025 മാനുഫാക്ചറിങ് സെഗ്മെന്റിൽ 6.2% ഗ്രോത്ത് മാത്രമാണ് ഉള്ളത്. ഇതിനു പുറമെ മാനുഫാക്ചറിങ് സെഗ്മെന്റിൽ വെറും 3.6 ജോബ് മാത്രമേ കറന്റ്ലി ഉള്ളൂ. അഥവാ ടോട്ടൽ ജോബ് മാനുഫാക്ചറിങ് സെഗ്മെന്റിൽ 3.6 crore മാത്രമേ ഉള്ളൂ. ഇതിനുശേഷം മൂന്നാമത്തെ ഒബ്ജക്റ്റീവിൻ്റെത് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ 2015 ഏകദേശം GDPന്റെ 16% ആയിരുന്നു മാനുഫാക്ചറിങ് കോൺട്രിബ്യൂട്ട് ചെയ്തത്. ഇത് 2024 ആവുമ്പോഴേക്കും 14.1%ലേക്കായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മേക്ക് ഇൻ ഇന്ത്യ ഒരു ഫെയിൽഡ് പ്രൊജക്റ്റ് ആയിരുന്നു എന്നുള്ളത്. പക്ഷേ ഗവൺമെൻറ് സ്റ്റിൽ മാനുഫാക്ചറിങ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. 2021 മുതൽ ലേബർ മാർക്കറ്റിൽ വരുന്ന ഗ്രോത്ത് മെയിനായിട്ട് ജോബ് ക്രിയേറ്റ് ചെയ്തത് ഗിഗ് എക്കണോമിയിലാണ്, അഥവാ ടെമ്പററി ആയിട്ട് വർക്ക് ചെയ്യുന്ന എക്കണോമിയിൽ. ഇതിൽ മെയിനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത് ഡെലിവറിയും ഡ്രൈവേഴ്സും ഒക്കെ വരുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അഥവാ സൊമാറ്റോ, ഊബർ, ഓല, സ്വിഗ്ഗി ഇതേപോലുള്ള ടെമ്പററി ആയിട്ട് വരുന്ന ജോബുകൾ. ഇതിലായിരുന്നു മെയിനായിട്ടുള്ള ജോബ് ഗ്രോത്ത് വന്നത്. ഇൻഡിപെൻഡൻസിൻ്റെ 60 വർഷത്തിന് ശേഷം 2007 ഇന്ത്യ 1 ട്രില്യൺ എക്കണോമി അച്ചീവ് ചെയ്തത്. 2 ട്രില്യൺ എക്കണോമി അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യക്ക് വെറും 7 വർഷമാണ് എടുത്തത്. ഇതിനുശേഷം 3 ട്രില്യൺ എക്കണോമി അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടും 7 വർഷം. ഇതിനുശേഷം 4 ട്രില്യൺ എക്കണോമി അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് വെറും 4 വർഷം മാത്രമേ ഇന്ത്യ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. 2027 ആവുമ്പോഴേക്കും ജർമ്മനിയെ തോൽപ്പിച്ചുകൊണ്ട് ഇന്ത്യ വേൾഡിലുള്ള 3rd ലാർജസ്റ്റ് എക്കണോമി ആവുമെന്നാണ് സ്റ്റഡീസ് പറയുന്നത്. ഈവൻ ദോ നമ്മൾ ജർമ്മനിനെ തോൽപ്പിച്ചിട്ട് വേൾഡിലത്തെ 3rd ലാർജസ്റ്റ് എക്കണോമി ആയാലും ഇന്ത്യയിലുള്ള സാധാരണക്കാരുടെ കയ്യിൽ പണം വേണമെന്നുണ്ടെങ്കിൽ ജോബ് ക്രിയേഷന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാത്രമേ പറ്റുള്ളൂ. ഇത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലുള്ള മാനുഫാക്ചറിങ് സെഗ്മെൻറ്റിൽ കട്ടിംഗ് എഡ്ജ് ടെക്നോളജീസ് നമ്മൾ കൊണ്ടുവരണം.
അതിനു പുറമെ ഇന്ത്യയിലുള്ള മാനുഫാക്ചറിങ് സെഗ്മെൻറ്റ് ഇൻ്റർനാഷണൽ ക്വാളിറ്റിയിലുള്ള എക്സ്പോർട്ട് ലെവലിലേക്കുള്ള മാനുഫാക്ചറിങ് കമ്പനീസ് ആക്കിയിട്ട് ചേഞ്ച് ചെയ്യണം. ഇന്ത്യയിൽ മാനുഫാക്ചറിങ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെയധികം തന്നെ നല്ലതായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം മാനുഫാക്ചറിങ് സെഗ്മെൻറ്റിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ലേബർ. അത് ഇന്ത്യയിൽ ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. പക്ഷേ ഇന്ത്യയിൽ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ, GSTൻ്റെ നിയമങ്ങൾ, ഇതിനു പുറമെ ലേബർ ലോസ് ഒക്കെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇന്ത്യയിലുള്ള മാനുഫാക്ചറിങ് നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇതൊക്കെ ടാക്കിൾ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ തന്നെ ഇന്ത്യ ഫ്യൂച്ചറിൽ ചൈനയെക്കാണ്ടും വലിയൊരു സൂപ്പർ പവർ ആവാൻ പറ്റുന്ന ഒരു കൺട്രിയാണ്. ഇതേപോലുള്ള ടോപ്പിക്സിന് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതിനു മുൻപ് ഞാൻ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് കണ്ടു നോക്കാം. ഇതേപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.